ഹായ് കൂട്ടുകാരെ, ഞാൻ ആൻമേരി. ഉണ്ണീശോയുടെ ജന്മദിനത്തിനായി ഒരുങ്ങുന്ന ഈ 20-ാം ദിനത്തിൽ എല്ലാ ആത്മഹത്യ പ്രവണതയുള്ളവരെയും പുൽക്കൂട്ടിൽ ഉണ്ണീശയ്ക്കായി സമർപ്പിക്കാം. ആത്മഹത്യ പ്രവണത എന്ന ചിന്തയിൽ നിന്ന് തിരിഞ്ഞ് പ്രത്യാശയിലേക്ക് നയിക്കാൻ വേണ്ട കുറച്ച് വചനങ്ങളുടെ ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഉൽപ്പത്തി 28-ാം അധ്യായം 5-ാം വാക്യം. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ കാത്തു പരിപാലിക്കും. ജെറമിയ 31-ാം അധ്യായം 6-ാം വാക്യം. കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്റെ കരച്ചിൽ നിർത്ത്, കണ്ണീർ തുളയ്ക്കും, നിനക്ക് നിന്റെ ആദരങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. സങ്കീർത്തനം 13-ാം അധ്യായം 3-ാം വാക്യം. എൻ്റെ കർത്താവായ ദൈവമേ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരണമേ. ഞാൻ മരണത്തെ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. യോഹന്നാൻ 10-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഏഷ്യ 33-ാം അധ്യായം 16-ാം വാക്യം. ശിലാദുർഗങ്ങളിൽ അവൻ അവൻ്റെ പ്രതിരോധം ഉറപ്പിക്കും, അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല, അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച. പ്രിയമുള്ളവരെ, എല്ലാ ആത്മഹത്യ പ്രേരണയുള്ളവരും ഈ വചനങ്ങൾ ഏറ്റുചൊല്ലി കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.